തയ്യാറായിട്ടില്ലല്ലോ. ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖരന് ഈ ലീഡ് മതിയാകില്ലല്ലോ. അവസാനം 3 റൗണ്ട് വരുമ്പോൾ അതിപ്പോഴും പ്രസക്തമാണല്ലോ. ലീഡ് ഇനിയും കൂട്ടേണ്ടതാണ്. അതെ, പാറശാല, നെയ്യാറ്റിൻകര, കോവളം ഈ 3 മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങൾ എപ്പോഴും BJPക്ക് ബാലികേറാ മലയാണ്. പക്ഷെ അവിടെ കൃത്യമായി തീരദേശമടക്കം എപ്പോഴും ശശി തരൂരിന് അനുകൂലമായി ചിന്തിച്ച സ്ഥലങ്ങളാണ്. അവിടെ കൃത്യമായി വോട്ടുകൾ LDF വോട്ടുകൾ LDFന് പോൾ ചെയ്താൽ തീരദേശ മേഖല രാജീവിനോട് കനിഞ്ഞാൽ ജയസാധ്യതയുണ്ട് എന്ന് മാത്രമാണ്. കഴിഞ്ഞ തവണത്തെ സാഹചര്യമല്ല. അവസാന വോട്ടെണ്ണുമ്പോൾ BJPയുടെ വോട്ട് 3ാം സ്ഥാനത്തേക്ക് പോകുന്ന അവസ്ഥയല്ല ഇത്തവണ എന്നാണ് രഞ്ജിത്ത് പറയുന്നത്. അങ്ങനെയെങ്കിൽ LDF വോട്ടുകൾ കൃത്യമായിട്ട് LDFന് കിട്ടുമെങ്കിൽ തീരദേശ വോട്ടുകൾ കുറച്ചെങ്കിലും രാജീവിന് കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ജയസാധ്യത ഉണ്ട് എന്നാണ്. 2014 ഓർക്കണം മഞ്ജുഷ്, 2014 ഓർക്കണം. രാജഗോപാൽ 14,000 വോട്ടിന് പരാജയപ്പെട്ടത് അവസാന റൗണ്ടുകളിലാണ്. പക്ഷേ അവിടെ മറ്റൊരു കാര്യമുണ്ടായിരുന്നു രഞ്ജിത്ത്. അവസാന റൗണ്ടുകളിലേക്ക് എത്തുമ്പോൾ രാജേട്ടന് 20,000-ൽ കൂടുതൽ വോട്ടുകളുടെ ലീഡ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പെട്ടെന്ന് താഴേക്ക് വരികയായിരുന്നു. അതായത് രാജീവിന് അത്രയും വേണ്ടി വരും. അതായത് ജയം ഉറപ്പിക്കാറായിട്ടില്ല. BJPക്ക് തിരുവനന്തപുരത്ത് ജയം ഉറപ്പിക്കാറായിട്ടില്ല. എണ്ണാനുണ്ട്. കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് 20,000 കടന്നു. കെ രാധാകൃഷ്ണൻ 10,000-ലേക്ക് ലീഡ്. കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ 10,000 കടന്നു. LDFിന്റെ LDFിന് സംസ്ഥാനത്ത് ആദ്യമായി 10,000 വോട്ടുകളുടെ ലീഡ് സമ്മാനിക്കുകയാണ് മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണൻ. ഇപ്പോൾ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ട് ഏതാണ്ട് 3 മണിക്കൂറുകൾ പിന്നിടുന്ന പശ്ചാത്തലമുണ്ട്. ഈ ഘട്ടത്തിലാണ് ഈ 4 റൗണ്ടുകളെങ്കിലും എണ്ണിത്തീർന്നതിന് ശേഷമുള്ള സാഹചര്യമാണ് ഇപ്പോൾ വിശദീകരിക്കുക. ഇപ്പോഴും ലക്ഷക്കണക്കിന് വോട്ടുകൾ എണ്ണിത്തീരാനുണ്ട്. അപ്പോഴും കേരളത്തിലെ ഫലസൂചനകൾ UDFന് അനുകൂലമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. 10 സീറ്റ് കൂടുതൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ഫൈറ്റുള്ളതിന് 3 സീറ്റേ പറയാൻ പറ്റുകയുള്ളൂ. ബാക്കി എല്ലായിടത്തും UDF തുടക്കത്തിൽ തന്നെ. ഇതാണ് തരംഗം എന്ന് പറയുന്നത്, കൃത്യമായ തരംഗം. ആലത്തൂരിൽ പക്ഷേ LDF നേടുമെന്ന് തന്നെയാണ്. കാരണം രാധാകൃഷ്ണൻ ഇതിൽ നിന്നൊരു പിന്നോട്ട് പോക്കുണ്ടാകാൻ വഴിയില്ല. അതുപോലെ തന്നെ മാവേലിക്കരയിലും ഈ കൊടിക്കുന്നിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ആശാനാണ്. അദ്ദേഹം ചില തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരുന്നു, അത് നടപ്പിലാകും എന്ന് തന്നെയാണ്. അതായത് അവസാനം പിന്നോട്ട് പോകുമെന്ന് കരുതാനാവില്ല. പക്ഷെ ആറ്റിങ്ങലിൽ ചിലപ്പോൾ ഒരു അട്ടിമറിക്കുള്ള സാധ്യതയുണ്ട് അല്ലേ രഞ്ജിത്ത്? ആറ്റിങ്ങൽ ഇപ്പോഴും 900-ഓളം വോട്ടുകൾക്ക് മാത്രമാണ് അടൂർ പ്രകാശ് മുന്നിലുള്ളത്. ഒരു ഘട്ടത്തിലും ആറ്റിങ്ങലിലെ ലീഡ് നില 2,000 കടന്നില്ല എന്നതും ശ്രദ്ധേയമായി കാണണം. അവിടെ വി ജോയിയെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി LDFന് അനുകൂലമായി ഉള്ള LDFന്റെ ഭാഗത്തു നിന്നുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ലീഡ് നില, അദ്ദേഹവും അടൂർ പ്രകാശുമായ ലീഡ് നില മാറി മറിയുന്നു. ഒരു ഘട്ടത്തിൽ പോലും BJP ഒരു ഘട്ടത്തിൽ വിജയം പ്രതീക്ഷിച്ചിരുന്ന വി മുരളീധരൻ മുന്നിൽ വന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലുമാണ് ഇപ്പോൾ തീപാറും പോരാട്ടം സംസ്ഥാനത്ത്. ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും തീപാറുന്ന പോരാട്ടം നടക്കുകയാണ്. മാവേലിക്കര പക്ഷേ സേഫായിട്ട് UDF പക്ഷത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ ആറ്റിങ്ങൽ ഉറപ്പിക്കാനായിട്ട് കൊടിക്കുന്നിൽ 4,000 കടന്നു. കൊടിക്കുന്നിലെ ലീഡ് മാവേലിക്കരയിൽ 4,000 കടന്നു എന്നത് വളരെ പ്രധാനമാണ്. കൊടിക്കുന്നിൽ ക്രമാനുഗതമായി ലീഡ് ഉയർത്തുന്ന പശ്ചാത്തലമുണ്ട് മാവേലിക്കരയിൽ എന്നുള്ളത് വളരെ പ്രധാനമാണ്. മാവേലിക്കരയിൽ ആദ്യഘട്ടത്തിൽ അരുൺകുമാർ മുന്നിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ലീഡ് ഉയർത്തുന്നു. ഒരുപക്ഷെ 5,000-ഓ 6,000-ഓ ആയേക്കാം ഉടൻ തന്നെ. അങ്ങനെയാണ് മാവേലിക്കരയിൽ ഇപ്പോൾ എണ്ണുന്ന പ്രദേശങ്ങൾ മനസ്സിലാക്കുന്നത്. UDF അനുകൂല സ്ഥലങ്ങളാണ്. ആദ്യഘട്ടത്തിൽ എണ്ണിയത് LDFന്റെ സ്ഥലങ്ങളാണ്. LDFന്റെ മണ്ഡലങ്ങൾ എണ്ണിയിരുന്നു. ചുരക്കര പോലെയുള്ള പ്രദേശങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടിൽ നടന്നത്. ഇപ്പോൾ സംഭവിക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷ് മുന്നിൽ എത്തുന്നു മാവേലിക്കരയിൽ എന്നുള്ളത് വളരെ പ്രധാനമാണ്. എറണാകുളത്തൊക്കെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആഘോഷമൊക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്തവണ കേരളത്തിൽ UDF തരംഗം ഉണ്ടാകുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് ആഘോഷിക്കേണ്ട ആവശ്യം കോൺഗ്രസിന് ഉണ്ടാകുന്നില്ല. കാരണം ദേശീയ തലത്തിലും കോൺഗ്രസിന് മുന്നേറ്റമുണ്ടാക്കാൻ, പ്രതീക്ഷിച്ചതിനേക്കാൾ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിലെ ആഘോഷം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലൊരു UDF തരംഗത്തിനല്ലേ UDF തരംഗത്തിന് അതിൽ ഉത്തർപ്രദേശ് അടക്കമുള്ള ഹിന്ദി ഹൃദയഭൂമിയിൽ ഇന്ത്യ സഖ്യം നേടിയ വലിയ മുന്നേറ്റമൊക്കെ കോൺഗ്രസിന് വലിയ സന്തോഷമാകും. അപ്പോഴും കേരളത്തിൽ 2 സീറ്റ് ഇപ്പോഴും BJP ലീഡ് ചെയ്യുന്ന സാഹചര്യം. അതിലൊരു സീറ്റ് BJP ഉറപ്പിച്ചു കഴിഞ്ഞു. തൃശൂർ സീറ്റ് BJP ഉറപ്പിച്ചു കഴിഞ്ഞു. സുരേഷ് ഗോപി കേരളത്തിൽ താമര വിരിയിക്കുകയാണ്. 26,340 വോട്ടുകളുടെ ലീഡ് എന്നുള്ളത് സേഫായ ഒരു ലീഡാണ്. പക്ഷേ തിരുവനന്തപുരത്ത് ഇപ്പോഴും ടൈറ്റാണ്. 4,948 വോട്ടുകളുടെ ലീഡ് മാത്രമാണ്
രാജീവിനുള്ളത്. പക്ഷേ അവിടെയും മത്സരം കാഴ്ചവെക്കുവാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. വടകരയിൽ ഇത്ര പ്രചണ്ഡമായ പ്രചാരണങ്ങൾ ഉണ്ടായിട്ട് പോലും LDFന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കണ്ണൂരിലും തന്നെയാണ്. വടക്കൻ മണ്ഡലങ്ങളിലൊക്കെ UDFന്റെ തേരോട്ടം നടക്കുകയാണ്. അത് കാസർഗോഡ് ഇത്തവണ രാജ്മോഹൻ ഉണ്ണിത്താൻ കാലിടകുമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അദ്ദേഹത്തിന് കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്താൻ കഴിയുകയാണ്. അവിടെ ചാലക്കുടിയിൽ ചിലപ്പോൾ അട്ടിമറി ഉണ്ടാകുമെന്ന് കരുതിയതാണ്. പക്ഷേ അതും അവിടെ നടക്കുന്നില്ല. ഇത് ആലത്തൂരിൽ പക്ഷേ പ്രതീക്ഷിച്ചതാണ് കെ രാധാകൃഷ്ണൻ ചിലപ്പോൾ വിജയിച്ചേക്കാമെന്ന്. ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. പാലക്കാട് ശ്രീകണ്ഠൻ തോറ്റേക്കാമെന്ന് പലരും പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെയും സംഭവിക്കുന്നില്ല. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇതാണ് തരംഗം. വീണ്ടും കൂടുന്നു. 22,000-അടുത്തേക്ക് വടകരയിൽ ഷാഫിക്ക് ലീഡ് കൂടുന്ന സാഹചര്യം. 45,000-അടുത്തേക്ക് സുരേഷ് ഗോപിയുടെ ലീഡ് 30,000 കടന്നു. 30,000 കടന്നു. സുരേഷ് ഗോപി വിജയത്തിലേക്ക്. കെ മുരളീധരൻ മൂന്നാമത്. VS സുനിൽകുമാറിനേക്കാൾ 30,000 വോട്ടുകൾക്ക്, കൃത്യമായി പറഞ്ഞാൽ 30,073 വോട്ടുകൾക്കാണ് ഇപ്പോൾ സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നത്. ഷാഫി പറമ്പിലിന്റെ ലീഡ് 21,435. കോഴിക്കോട് MK രാഘവന്റെ ലീഡ് 44,348. UDF തരംഗത്തിനിടെ തൃശൂർ BJP പക്ഷത്തേക്ക് സുരേഷ് ഗോപി 30,073 വോട്ടുകളുടെ വലിയ ലീഡിലേക്ക് വന്നിരിക്കുകയാണ്. പൊന്നാനിയിൽ അബ്ദുസമദ് സമദാനിയുടെ ലീഡ് 50,000-ആയി കൂടിയിരിക്കുകയാണ്. കാസർഗോഡ് ഉണ്ണിത്താന്റെ ലീഡ് 17,561. ഇടുക്കിയിൽ ഡീന്റെ ലീഡ് 52,000 വോട്ടുകൾ. UDFന്റെ തരംഗം കാണുകയാണ് കേരളത്തിൽ. ദേശീയ തലത്തിലെ ശ്രദ്ധേയമായ ചിത്രമാണ്. ശക്തമായ പ്രതിപക്ഷമായി മാറുകയാണ് ഇന്ത്യ സഖ്യം. 304 സീറ്റുകളിലാണ് ഇപ്പോൾ NDA ലീഡ് ചെയ്യുന്നത്. അതിൽ BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ല എന്ന് നിർണായകമാണ്. വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ കാണാം. എന്താണ് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം. ഒരുപക്ഷേ ഈ മുന്നണികളിൽ കൂറുമാറ്റം ഉണ്ടായാൽ എന്താണ് വരും ദിവസങ്ങളിൽ സംഭവിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഹാസനിൽ പ്രജ്വൽ രേവണ്ണ ലീഡ് ചെയ്യുന്നു. അറസ്റ്റിലായപ്പെട്ട നേതാവാണ് ലീഡ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. പക്ഷേ ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ വോട്ടെടുപ്പ് നടന്ന ഒരു മണ്ഡലം കൂടിയാണ്. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്. രഞ്ജിത്ത് സഖ്യകക്ഷികളെ കുറിച്ച് പറഞ്ഞു. BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് വരാൻ കഴിയില്ല എന്ന് തോന്നുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് 5,783 വീണ്ടും 5,783 തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് 5,783. രാജീവ് ചന്ദ്രശേഖർ വീണ്ടും മുന്നേറ്റം തുടരുകയാണ്. 5,783 വോട്ടായിട്ട് ലീഡ് ഉയർന്നിരിക്കുകയാണ്. കഴിഞ്ഞ സമയമായി പ്രതികരിച്ചിരിക്കുന്നു. ലീഡ് ഇനിയും ഉയരും. പ്രതീക്ഷിച്ച മുന്നേറ്റമില്ല എന്ന് സമ്മതിച്ചുകൊണ്ട് കെ രാധാകൃഷ്ണന്റെ പ്രതികരണം. പക്ഷേ അടുത്ത സെന്റൻസും കൂടി ഉണ്ടാവും. കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറയാൻ കഴിയില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ LDFന് മുന്നേറ്റം വല്ലാതെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് പ്രത്യേക സാഹചര്യത്തിലാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ടിൻ്റെ ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ അത് പറയാം. മണ്ഡലത്തിൽ ആദ്യ റൗണ്ടിൽ കെ സുധാകരൻ ലീഡ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നാണ് പൊതുവെ പറയുന്നത്. അത് പല ഘട്ടത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പാർലമെന്റ് ഇലക്ഷനിൽ വേരിയേഷൻ വരാറുണ്ട്. കഴിഞ്ഞ 2019 CPMന് പറഞ്ഞു നിൽക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കെ രാധാകൃഷ്ണൻ പറഞ്ഞത്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് രാധാകൃഷ്ണൻ പറയുന്നതിന് കാരണം ദേശീയ തലത്തിൽ BJPക്കെതിരായി ഒരു വികാരമുണ്ടായിരുന്നു. അത് കേരളത്തിൽ പ്രതിഫലിക്കുകയായിരുന്നു എന്നാണ്. മറ്റൊരു കാര്യം കൂടി